ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറമെന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. 80ാമത്തെ ദശകമാണ് നമുക്ക് കാണേണ്ടത്. ശ്രീമൻ നാരായണീയത്തിലെ 80ാമത്തെ ദശകം. കഴിഞ്ഞ 2-3 ദശകങ്ങളിലായിട്ട് അതിലേറെ 4-5 ദശകങ്ങളിലായിട്ട് ഭഗവാൻ മധുരയിൽ എത്തിയ ലീലകൾ നമ്മൾ കണ്ടു. അവിടെ ജരാസന്ധനെ നേരിട്ടതും കാലയവനനെ മുചുകുന്ദനിലൂടെ നിഗ്രഹിച്ചതും എല്ലാം കണ്ടു. അപ്പോഴേക്കാണ് ദ്വാരകയിൽ ഒരു പുരി നിർമ്മിക്കേണ്ടി വന്നത്. സമുദ്രത്തിൽ ഒരു പുരി നിർമ്മിച്ചു. ഭഗവാന്റെ രുക്മിണിയെ വിവാഹം ചെയ്തു. അവിടെ കൊണ്ടുവന്നു, ദ്വാരകയിൽ കൊണ്ടുവന്ന് ഭഗവാനും രുക്മിണി ദേവിയും ഇപ്പോ പതിയും പത്നിയുമായിട്ട് അവിടെ ജീവിക്കുകയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരം, രുക്മിണി ദേവി മഹാലക്ഷ്മിയുടെ അവതാരം. അങ്ങനെ സുഖമായിട്ട് അവിടെ വാഴുകയാണ്. ആ സമയത്താണ് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെ പറ്റി പറയുന്നത്. ഭഗവാന്റെ 16,108 പത്നിമാരെ പറ്റി പറയും. ഇത് നമുക്ക് നമ്മളുടെ വ്യാവഹാരിക ദശയിൽ ഇരുന്നിട്ട് സാധാരണത്തിൽ വേൾഡ്ലി സെൻസിൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ആചാര്യന്മാര് പറഞ്ഞു തരാറുണ്ട്. അത് 16,000 ചില്വാനം കലകള്, അത് ഗുണങ്ങളാണ്, അത് ഭഗവാന്റെ ശ്രേഷ്ഠതകളാണ്, അതിൻ്റെ ഒക്കെ അധിപനാണ് ഭഗവാൻ. അത് കാണിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അതില് 8 പേരെ പ്രധാനപ്പെട്ടവരായിട്ട് പറയാറുണ്ട്. അഷ്ടമഹിഷിമാര് എന്നാണ് 8 പ്രധാനപ്പെട്ട രാജ്ഞിമാര്. അഷ്ടലക്ഷ്മി എന്ന് നമ്മൾ പറയാറുണ്ട്. മഹാലക്ഷ്മിയെ നമ്മൾ വാഴ്ത്തുന്ന സമയത്ത് മറ്റ് പല പേരുകളും പറഞ്ഞിട്ട് ദേവിയുടെ പല ഭാവങ്ങള്, ധാന്യലക്ഷ്മി, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷ്മിമാര് 8 പേരെ എടുത്ത് പറയാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും പോകുന്ന സമയത്ത് ഈ 8 ദേവിമാരെ കാണിക്കും. അത് രുക്മിണി ദേവിയുടെ അഥവാ മഹാലക്ഷ്മിയുടെ പല ഭാവങ്ങളാണ്. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഇങ്ങനെ 8 സ്ത്രീകളെ പ്രധാനപ്പെട്ട ദേവിമാരായിട്ട്, രാജ്ഞിമാരായിട്ട് കാണുന്നത്. ശ്രീമദ് ഭാഗവതത്തില് ഭഗവാന്റെ രുക്മിണി വിവാഹം കഴിഞ്ഞ ശേഷം മറ്റ് 7 പത്നിമാരെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ ഇടയായതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 16,100 പേരെ എങ്ങനെയാണ് ഒരുമിച്ച് സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവര് 8 പേരെ ഓരോരുത്തരെയും കുറച്ച് വിസ്തരിച്ചിട്ടും 16,100 പേരെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ ചുരുക്കിയിട്ടും പറയുന്നുണ്ട്. അതിൽ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ദേവിമാരാണ് ജാംബവതി, സത്യഭാമ തുടങ്ങിയവരൊക്കെ, മിത്രവിന്ദ, ലക്ഷ്മണ, ഭദ്ര, അങ്ങനെ പലരുണ്ട്. 8 പേര്. അതില് 80ാമത്തെ ദശകത്തില് സത്രാജിത്തിന്റെ കഥ പറയുന്നു. സത്രാജിത്തിന്റെ കഥ പറയുമ്പോഴാണ് ഭഗവാൻ ജാംബവതിയെ സ്വീകരിച്ചതും
അതുപോലെ സത്യഭാമയെ സ്വീകരിച്ചതും. ജാംബവതി എന്ന് പറയുന്നത് ജാംബവാന്റെ പുത്രിയാണ്. ജാംബവാൻ ഒരു വലിയ രാമഭക്തൻ. പലപ്പോഴും ഒരു റിക്ഷൻ എന്ന് പറയും. റിക്ഷൻ എന്ന് പറഞ്ഞാൽ റീച്ച് എന്ന് നമ്മള് ഹിന്ദിയിൽ പറയുമ്പോൾ കരടി എന്നാണ് അർത്ഥം. അപ്പോ കുരങ്ങന്റെ ദശ എത്തിയിട്ടില്ല, അതിന് തൊട്ടു മുമ്പ് എവല്യൂഷനിൽ അതിന് തൊട്ടു മുമ്പ് കരടിയുടെ അവസ്ഥ വിടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോ. അതായത് ആധുനികർ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ജാംബവാൻ രാമാവതാര കാലത്തുണ്ടായിരുന്നു. അത് നമ്മൾ ജാംബവാൻ അവിടെ പ്രധാനപ്പെട്ട ഒരു റോള് രാമായണത്തിൽ കാണുന്നുണ്ട്. അത് ത്രേതായുഗം. ത്രേതായുഗത്തിന് മുമ്പ് സത്യയുഗം, ആ സത്യകൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, 4 യുഗങ്ങളിൽ ആദ്യത്തെ യുഗം സൈക്ലിക്കലാണ്. ഇപ്പൊ നമ്മൾ കലിയുഗത്തിലാണ്. കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും കൃതയുഗം അഥവാ സത്യയുഗം വരും. ആ സത്യയുഗത്തില് ജാംബവാൻ ഉണ്ടായിരുന്നു. അവിടെ ജാംബവാന്റെ ഒരു റോള് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വാമനാവതാര കാലത്താണ്. ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചു. അതൊക്കെ കൃതയുഗത്തിലാണ്. അദിതി ദേവിക്കാണ് ജനിച്ചത്. കശ്യപ മഹർഷിയും അദിതി ദേവിക്ക് ജനിച്ചു. അപ്പൊ അദിതി ദേവിയുടെ പുത്രനാണ് ഇന്ദ്രൻ. ഇന്ദ്രന്റെ അനുജനായിട്ടാണ് മഹാവിഷ്ണു ഇവിടെ അവതരിക്കുന്നത്. വാമനാവതാര കാലത്തില് വാമനനായിട്ട് ജനിക്കുമ്പോൾ അദിതി ദേവിയുടെ പുത്രനായി ജനിച്ചതുകൊണ്ട് ഇന്ദ്രന്റെ അനുജനാണ്. അപ്പൊ ഉപേന്ദ്രൻ എന്നുള്ള പേര് ഭഗവാന് യോജിക്കും. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വാഴ്ത്തുന്നുണ്ട്. ഭഗവാന്റെ 1000 ചില നാമങ്ങളിൽ ഒന്ന് ഉപേന്ദ്രൻ. അപ്പൊ ഉപേന്ദ്രനായിട്ട് അവിടെ ജാംബവാനാണ് ഭഗവാനെ. ഉപേന്ദ്രൻ വാമന അവതാരം നടന്നു. അവതാരത്തിന്റെ ഉദ്ദേശം മഹാബലിയിൽ നിന്ന് സ്വർഗം തിരിച്ചെടുത്ത് ഇന്ദ്രന് കൊടുക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചു. ആ സമയത്ത് ഭഗവാനെ ഉപേന്ദ്രനായിട്ട് ഒരു അഭിഷേകം ചെയ്യുന്നുണ്ട്. രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു യുവ രാജാവായിട്ടൊക്കെ ഉള്ള അഭിഷേകം നമ്മൾ പരിചയമുള്ളതാണ്, ചടങ്ങുകളോട് കൂടിയിട്ട്. അങ്ങനെയുള്ള ആ ചടങ്ങില് ഭഗവാനെ ഉപേന്ദ്രനായിട്ട് വാഴിക്കുന്ന സമയത്ത്, അതിന് അനോയിന്റ് ചെയ്യുന്ന സമയത്ത് ജാംബവാനാണ് പെരുമ്പറ കൊട്ടിയിട്ട് അത് ലോകം മുഴുവനും അറിയിച്ചത്. 14 ലോകങ്ങളും അത് അറിയിച്ചത്. സ്വർഗത്തിലാണ് ഇന്ദ്രൻ വാഴുക. ആ സ്വർഗമാണ് ബലിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കൊടുത്തത്. അപ്പൊ ജാംബവാന് അതിന്റെ സന്തോഷം സഹിക്കവയ്യാതെ ഉറക്ക പെരുമ്പറ അടിച്ച്, ഒരു വലിയ ഡ്രമ്മാണ് പെരുമ്പറ, അതടിച്ച് 14 ലോകത്തിലും ഭഗവാന്റെ ഈ അഭിഷേകം അദ്ദേഹം അങ്ങനെ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ ഒരു വലിയ കാര്യം അദ്ദേഹം കൃതയുഗത്തിൽ ചെയ്തിട്ടുണ്ട്. ആ കൃതയുഗത്തിലുള്ള ജാംബവാൻ ത്രേതായുഗത്തിൽ വന്നപ്പോൾ രാമാവതാരം കണ്ടപ്പോ മോഹിച്ചു പോയി. എത്ര നല്ല ഗുണങ്ങളുള്ള ഒരു ഭഗവാൻ! അങ്ങനെ സ്വന്തം പുത്രിയെ രാമന് സമർപ്പിക്കണം, പത്നിയായിട്ടെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാമാവതാര കാലത്ത് ഭഗവാൻ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. ഏകപത്നീ വ്രതം, ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അങ്ങനെയുള്ള ശ്രീരാമസ്വാമിക്ക് തൻ്റെ പുത്രിയെ കൊടുത്തിട്ട് ശ്രീരാമസ്വാമിയെ തൻ്റെ ജാമാതാവായിട്ട്, സണ്ണിലോ ആയിട്ട് കിട്ടാനൊന്നും ജാംബവാന് കഴിഞ്ഞില്ല. ജാംബവാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ദ്വാപരയുഗം വന്നു. ദ്വാപരയുഗം വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ പത്നിമാരെ സ്വീകരിക്കും, ഈ തവണ കൊടുക്കാം എന്നുള്ളൊരു ആഗ്രഹവുമുണ്ട്. ഇങ്ങനെയുള്ള ജാംബവാനെയാണ് ഇത്രയൊന്നും വിസ്തരിച്ചിട്ട് നമ്മൾ ഭാഗവതത്തിലോ നാരായണീയത്തിലോ കാണുന്നില്ല. പക്ഷേ വിഷ്ണു കഥകൾ പലയിടത്തായിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള ജാംബവാന്റെ അടുത്ത് ഭഗവാൻ എത്തുന്നതും ഈ ദശകത്തിൽ കാണുന്നുണ്ട്. ദശകത്തിന് പൊതുവെ ഇതില് നാരായണീയത്തില് സ്യമന്തകം എന്നാണ് പറയുന്നത്. ഈ ദശകത്തിലെ ശ്രീമദ് ഭാഗവതത്തിലെ കുറെ 56, 57 അധ്യായങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന കുറെ കഥകൾ പറയുന്നുണ്ട്. ജാംബവാൻ എന്നുള്ളൊരു ഭക്തനെ നമ്മൾ അടുത്ത് കാണുന്നു. സത്രാജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാദവൻ ഭഗവാന്റെ റേസില്, ഭഗവാന്റെ കുലത്തിലുള്ള ആളാണ്. യാദവ കുലത്തിന്റെ
ദീപമാണ് ഭഗവാൻ. യദുകുലത്തിന്റെ ദീപമാണ് ഭഗവാൻ. ഭഗവാന്റെ കുലത്തിൽ തന്നെയുള്ള ഒരു വലിയ ഒരു പ്രമാണി, ഒരു നാട്ടുരാജാവിനെ പോലെയുള്ള ഒരു വലിയൊരു പ്രഭു ആയിരുന്നു സത്രാജിത്ത്. സത്രാജിത്തിനെ നമ്മൾ അടുത്ത് കാണുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പുത്രിമാരെ ഭഗവാൻ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു. അത്രയുമുള്ള കഥയാണ്. ഇതൊരു കഥയാണെന്ന് തോന്നും, പക്ഷെ ഈ കഥയുടെ പിന്നില് ഒരു വളരെ വലിയ തത്വങ്ങളുണ്ട്. നമ്മളത് സൂക്ഷിച്ചു വായിക്കുകയാണെങ്കിൽ, വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ, നമുക്കുള്ള പാഠങ്ങളാണ്. അപ്പോൾ നമ്മളൊന്നും വലിയ വേദാന്തികളല്ല. നമ്മൾ ജ്ഞാനമാർഗത്തിൽ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിലധികം ഒന്നും മുന്നേറിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ വ്യാവഹാരിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഓർമ്മിക്കേണ്ട കുറെ പാഠങ്ങൾ നമുക്കിതിൽ കാണാം. ഇതില് കുറെ വൃത്തങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വൃത്തം ഛന്ദസ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത്. ഛന്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കവിത എഴുതുകയാണെങ്കിൽ, പദ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 മാത്രകൾ ഒരു ലൈനിൽ, 10 മാത്രകൾ അല്ലെങ്കിൽ 8 മാത്രകൾ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ 14 മാത്രകൾ, ഇങ്ങനെ പല തരത്തിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഛന്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മാത്രമുള്ള ഒരു വരി, അങ്ങനെ 4 വരി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇത്ര മാത്രകളുള്ള 3 വരി എന്ന് പറയാം. ത്രിഷ്ടുപ്പ് ഒക്കെ 3 വരിയാണ്. അങ്ങനെ പൊതുവെ പറയുന്നതാണ് ഛന്ദസ് എന്നുള്ളത്. പക്ഷേ ഒരു 14 മാത്രയാലും വേണ്ടില്ല, അതല്ല 12 മാത്രയാണ് എന്താണെങ്കിലും അതിലെങ്ങനെയാണ് ഓരോ ഗണങ്ങളെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഛന്ദസ് എന്നുള്ളതിൽ വിസ്തരിച്ച് പറയില്ല. പൊതുവെ എത്ര മാത്രകളാണ്, എത്ര വരികളാണെന്ന് പറയും. ഓരോ വരികളിലും മാത്രകൾ എന്ന് പറഞ്ഞാല് ഗുരു ലഘു എന്ന് പറഞ്ഞിട്ട് 2 മാത്രകളെ പറ്റി പറയും. നീട്ടി പറയുക, പാന്ന് നീട്ടി പറഞ്ഞാൽ അത് ഗുരുവാണ്. പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ലഘുവാണ്. ഗുരു ലഘു എന്നുള്ളത് നമുക്ക് ലോങ് സിലബിൾ, ഷോർട്ട് സിലബിൾ എടുക്കാം. അതൊക്കെ അത് ചേർന്നിട്ടുള്ള ഗണങ്ങളെ, ഇടയ്ക്ക് 3 മാത്രകള്, ഒരു ഗുരു, ഒരു ലഘു, ഒരു ഗുരു, അത് ഒരു ഗണം. അങ്ങനെയുള്ള എത്ര ഗണങ്ങളുണ്ട് ആദ്യത്തില്, എത്ര ഗണങ്ങളുണ്ട്. ചിലപ്പോ ഗണങ്ങൾ കഴിഞ്ഞ് 2 അക്ഷരം വേറെ, 2 മാത്രകൾ വേറെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ പൊതുവെയുള്ള ഫ്രെയിം വർക്കാണ് ഛന്ദസ്. ആ ഛന്ദസിന്റെ ഉള്ളില് എങ്ങനെയാണ് മാത്രകൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വൃത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ഒരു നല്ല ഉദാഹരണമല്ല, എന്നാലും വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു പെട്ടി, ആ പെട്ടിയിൽ 14 പാക്കറ്റ് ഉണ്ട്. അതില് ഓരോന്നിലും ചിലതില് ചുവന്ന മഷിയുടെ പെന്നാണ്, ചിലതില് പച്ച മഷിയുടെ പെന്നാണ്. 14 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് 14 പാക്കറ്റ് ഉള്ളത് എന്നുള്ളത് പുറത്ത് നമുക്ക് എഴുതി വെക്കാം, 14 പാക്കറ്റ്. ഇനി വേറെ ഒന്നില് 8 പാക്കറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതി വെക്കാം 8 പാക്കറ്റ് എന്ന്. 8 പാക്കറ്റ് 14 പാക്കറ്റ് എന്ന് നോക്കിയാൽ നമുക്ക് കണ്ടാലേ അറിയാം. പക്ഷെ അതിന്റെ ഉള്ളില് ഏതൊക്കെ മഷിപ്പെന്നുകള് ഏതൊക്കെ തരത്തിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്, ഏത് ഓർഡറിലാണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൂടി അറിയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞത് ഛന്ദസ് ആണെങ്കിൽ പുറത്തുനിന്ന് നോക്കി അത്രയെന്ന് കാണും, ഉള്ളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് മാത്രകൾ അടുക്കി വെച്ചിരിക്കണം എന്നുള്ളത് നോക്കുമ്പോൾ അത് വൃത്തം എന്ന് പറയും. ഇതാണ് ഛന്ദസ്സും വൃത്തവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മീറ്റർ എന്ന് പറയും, METRE, മീറ്റർ എന്ന് പറയും. അതിൽ പലതരത്തിൽ അയാംബിക്, പെന്റമീറ്റർ, അങ്ങനെ കുറെ മീറ്ററുകൾ ഇംഗ്ലീഷ് കവിതകൾക്കുണ്ട്. ഈ നാരായണീയത്തിലത്തെ ഈ ദശകത്തില് 80ാമത്തെ ദശകത്തില് 11 ശ്ലോകങ്ങളുണ്ട്. 11 ശ്ലോകങ്ങളില് കുറെ വൃത്തങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരേ വൃത്തമല്ല. തുടങ്ങുന്നത് വസന്ത തിലകം എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തം. അത് മലയാളത്തിലെ മലയാളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വൃത്തമാണ്. നല്ല കവിതകള്
ഇതിൽ വന്നിട്ടുണ്ട്, വസന്ത തിലകത്തിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ശ്ലോകം വസന്ത തിലകമാണ്. അതില് എങ്ങനെയാണ് സത്യഭാമയുമായിട്ടുള്ള വിവാഹം, ജാമ്പവതിയുമായിട്ടുള്ള വിവാഹം, അതിനെങ്ങനെയാണ് കളം ഒരുങ്ങിയത്, അതിനുള്ള സ്റ്റേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സത്രാജിതസ്ത്വമധ ലുബ്ധവതർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജം ത്വയിരതം ചലതോ വിവോടും. സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു യാദവൻ, ഭഗവാന്റെ കംസന്റെ അച്ഛൻ ആണ്. ദേവകി ദേവിയുടെ ഒക്കെ ഒരു അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് ഉഗ്രസേനൻ. ഭഗവാന്റെ പിതാമഹൻ എന്ന് പറയാം. ഭഗവാന്റെ പിതാമഹനായിട്ടുള്ള മാതാമഹൻ ആയിട്ടുള്ള ഉഗ്രസേനനാണ് ഇപ്പോ ദ്വാരകയുടെ രാജാവ്. അങ്ങനെയുള്ള ആ രാജ്യത്തിലെ ഒരു പ്രമാണിയായിട്ടുള്ള ഒരു പ്രഭുവായിട്ടുള്ള ആളാണ് സത്രാജിത്ത്. സത്രാജിത്ത് സൂര്യനെ സേവിച്ചു, സൂര്യനെ തപസ് ചെയ്തു. സൂര്യൻ പ്രസാദിക്കണമെങ്കിൽ കഠിനമായിട്ടുള്ള തപസ് ചെയ്യണം. കഠിനമായിട്ടുള്ള തപസ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. തപസ് ചെയ്തു, സൂര്യൻ പ്രസാദിച്ചിട്ട് ഒരു മണി കൊടുത്തു, ഒരു രത്നം കൊടുത്തു, വളരെ ദിവ്യമായിട്ടുള്ള ഒരു കല്ല് കൊടുത്തു. അതിന്റെ പേരാണ് സ്യമന്തകം എന്ന്. ആ സ്യമന്തകം എവിടെ ഇരിക്കണോ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, എവിടെയാണ് ആ സ്യമന്തകം ഇരിക്കുന്നത്, അവിടെ 8 ഭാരം സ്വർണം ദിവസവും വിളയും. 8 ഭാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെഷർമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ കിലോ എന്ന് പറയും, പണ്ട് നമ്മൾ പൗണ്ട് എന്ന് പറയും, റാത്തല് എന്ന് പറയും മലയാളത്തില്. അങ്ങനെയുള്ള ഒരു മെഷർമെന്റ് ആണ് ഒരു ഭാരം, വലിയൊരു മെഷർമെന്റ് ആണത്. അങ്ങനത്തെ 8 ഭാരം സ്വർണം ആ സ്ഥലത്ത് തന്നെ വിളയും. അത് മാത്രല്ല, ആ സ്ഥലത്ത് ഒരു തരത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടാവില്ല, ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഫാമിൻ ഉണ്ടാവില്ല. ഇതൊക്കെ വലിയ വലിയ നേട്ടങ്ങളാണ്. പക്ഷേ ആ നേട്ടം വാസ്തവത്തിൽ ഒരു ഇൻഡിവിജ്വലിനല്ല വേണ്ടത്, അത് സൊസൈറ്റിക്ക് മുഴുവനായി കിട്ടേണ്ട ഒരു അനുഗ്രഹമാണ്. സൂര്യൻ എന്തായാലും പ്രസാദിച്ചിട്ട് സത്രാജിത്തിന് അത് കൊടുത്തു. സത്രാജിത്ത് അത് കൊണ്ടുപോയിട്ട് കൃഷ്ണന് കാണിച്ചു കൊടുത്തു. അഥവാ കൃഷ്ണൻ അത് അറിഞ്ഞു സത്രാജിത്തിന് ഇത് കിട്ടിയെന്ന്. അപ്പൊ സത്രാജിത്തിനോട് കൃഷ്ണൻ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു, ഇത് രാജകൊട്ടാരത്തിൽ ഇരിക്കട്ടെ. കാരണം എന്താ വെച്ചാല് പലപ്പോഴും വളരെ വിശേഷപ്പെട്ട പല കാര്യങ്ങളും ഒരു ഗൃഹത്തിൽ ഇരുന്നാല് ആ ഗൃഹത്തിനെ ഭവനഭേദനം ചെയ്തിട്ട് അത് കട്ടുകൊണ്ടുപോവാൻ വരെ ആൾക്കാരുണ്ടായിരിക്കും. ഇതിപ്പോ നമ്മളുടെ ഇക്കാലത്തും സ്വർണമാവണം എന്നില്ല, അതല്ലെങ്കിൽ വലിയ വലിയ നവരത്നങ്ങളൊന്നും ആവണ്ട. ഒരു വലിയ പെയിന്റർ, ഇപ്പൊ രാജാ രവിവർമ്മയുടെ ഒരു പെയിന്റിങ് നമ്മളുടെ വീട്ടിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സൂക്ഷിച്ചിരിക്കണം. അതുകൊണ്ടാണ് അതൊക്കെ ഇൻഷുർ ചെയ്യണത്. അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലുള്ള ഒരു നിറങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ക്യാൻവാസ് ഉണ്ടാക്കുന്നതാണ് ചിത്രം എന്ന് പറയുന്നത്. അതിന് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല, പക്ഷെ അതിന്റെ ആർട്ട് വാല്യൂ വളരെ വലുതാണ്. ആർട്ടിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് കിട്ടിയാൽ അവർ എന്ത് വിലയും കൊടുത്തിട്ട് വാങ്ങും. അപ്പൊ അത് സ്വന്തം ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതേക്കാൾ ബുദ്ധി അതൊരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഭഗവാൻ അതറിഞ്ഞപ്പോ പറഞ്ഞു, ഇത് രാജകൊട്ടാരത്തിലാണ് ഇരിക്കേണ്ടത്, അത് രാജാവിന് കൊടുക്കൂ, സ്വന്തം കയ്യിൽ വെക്കണ്ട എന്ന് പറഞ്ഞു. സത്രാജിത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് സത്രാജിത്ത് വേഗം അത് കൊണ്ടുപോയിട്ട് അനിയന്, സ്വന്തം അനുജന്, ഒരുപക്ഷെ സത്രാജിത്തിന്റെ ആജ്ഞ അനുസരിക്കാതെ ആയിരിക്കാം, എന്തായാലും പ്രസേനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുജന് വേണ്ടിയാണ് അത് കൊടുത്തു. അയാളുടെ കയ്യിൽ കിട്ടി. അത് അയാൾ കഴുത്തിൽ കെട്ടിയിട്ട്, നല്ല സൂര്യനെ പോലെ ജ്വലിക്കണ ഒരു രത്നമാണത്. അത് കെട്ടി കാട്ടിൽ പോയ സമയത്ത് ഒരു സിംഹം അത് കണ്ടപ്പോ അതൊരു മാംസ കഷ്ണാണെന്ന് ചുവപ്പ് നിറം കണ്ട സമയത്ത് വിചാരിച്ചിട്ട് പ്രസേനനെ കൊന്നു. പ്രസേനനെ കൊന്ന് സിംഹം അത് കൈക്കലാക്കി അതും കയ്യിൽ വെച്ച് ഓടുന്ന സമയത്ത് അത് കാട്ടില് ജാമ്പവാൻ ഒരു ഗുഹയിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ
ശ്രീരാമഭക്തനായിട്ടുള്ള ജാമ്പവാൻ. ജാമ്പവാൻ അത് കണ്ടു. സിംഹത്തിനെ കാട്ടിന്റെ ഉള്ളിൽ കണ്ടു, വായയിൽ ഒരു മണി വെച്ച് പോണത്. ജാമ്പവാൻ അറിയില്ല അത് സൂര്യൻ പ്രസാദിച്ചിട്ട് സത്രാജിത്തിനോ ആർക്കോ കൊടുത്തതാണോ ഒന്നും അറിയില്ല. ജാമ്പവാൻ അങ്ങനെ വലിയ ഒരു സാമാന്യ വിവരമൊന്നും മറ്റാൾക്കാരെ പറ്റിയൊന്നുമില്ല. ജാമ്പവാൻ അത് കണ്ട സമയത്ത് നല്ല കുട്ടിക്ക് കളിക്കാൻ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് സിംഹത്തിനെ കൊന്നിട്ട് അത് കൈക്കലാക്കി ഗുഹയിൽ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ പ്രസേനൻ തിരിച്ചു വന്നില്ല, മരിച്ചുപോയി. സിംഹം കൊന്നുവല്ലോ. മരിച്ചുപോയ സമയത്ത് നാട്ടിലൊക്കെ ഒരു പ്രസ്താവം. അതിന് കാരണം സത്രാജിത്ത് തന്നെയാണ്. സത്രാജിത്ത് എല്ലാവരോടും പറഞ്ഞു, ഈ മണി കണ്ട സമയത്ത്, ഈ രത്നം കണ്ട സമയത്ത്, സിമന്തകം കണ്ട സമയത്ത് ഭഗവാൻ അത് എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇപ്പൊ അത് ധരിച്ചു പോയ പ്രസേനൻ തിരിച്ചു വന്നിട്ടില്ല. ഇത് പ്രസേനന്റെ കയ്യിൽ നിന്ന് കട്ടെടുത്തിട്ടുണ്ടാവും കൃഷ്ണൻ, പ്രസേനനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഭഗവാനെ പറ്റിയിട്ട് അപവാദം പറഞ്ഞു. അപ്പൊ അപവാദം പെട്ടെന്ന് സൊസൈറ്റിയിൽ പെട്ടെന്ന് പഞ്ഞിക്ക് തീ പിടിച്ചാൽ എങ്ങനെയാണ്, അതുപോലെയാണ് അപവാദം എപ്പോഴും സമൂഹത്തിൽ പരക്കുക. അങ്ങനെയായ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ അന്വേഷിച്ചു പോണ്ട ഒരാവശ്യം വന്നു. കാരണം എന്താ വെച്ചാല് ഇത്രയും ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ താൻ മാറ്റാൻ വേണ്ടി താൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഞാൻ തന്നെയാണ് ഒരു കുറ്റക്കാരെന്ന് ജനങ്ങൾക്ക് തോന്നും. അത് അവരുടെ സോഷ്യൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും ഒക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഭഗവാനെ പറ്റി ഒരു തെറ്റിദ്ധാരണ വന്നാൽ അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇറങ്ങി പുറപ്പെടും. ഇതാണ് തുടക്കത്തിൽ പറയുന്നത്. സത്രാജിതസ്ത്വമഥ ലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചീ. ഹേ ഭഗവാനെ, മേൽപ്പത്തൂർ ആചാര്യൻ തെക്കേ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അന്ന് സത്രാജിത്തിന് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, അർക്കലബ്ധം സൂര്യനിൽ നിന്ന് കിട്ടിയ ഈ മണി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ത്വം അങ്ങ്, ഹേ ഭഗവാനെ, അങ്ങ് ഒരു ലുബ്ധനെ പോലെ, ലുബ്ധൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ, അതല്ലെങ്കിൽ കാണുന്നതിൽ മുഴുവനും ആഗ്രഹമുള്ളവൻ, അത് ഒരു ആഗ്രഹമുള്ളവനെ പോലെ ആ മണി കണ്ടു, അതിന്റെ മഹിമ അറിഞ്ഞു. ഉടനെ തന്നെ സത്രാജിത്തിനോട് അത് ചോദിച്ചു വായിക്കുക. അയാചി, യാചിച്ചു വാങ്ങുകയാണ്, തരൂ എന്ന് പറഞ്ഞിട്ട്. സത്രാജിത്ത് അത് അർപ്പിക്കണില്ല, അത് കൊടുക്കാൻ യാതൊരു സന്മനസ്സും കാണിക്കുന്നില്ല, യാചിച്ചു വാങ്ങുകയാണ് കൈ നീട്ടിയിട്ട്. അങ്ങനെ ചെയ്തു. ദിവ്യമായിട്ടുള്ള സ്യമന്തകമണി. അതെന്താണ് ഭഗവാനെ? അത് മേൽപ്പത്തൂർ ആചാര്യൻ അത് സ്വീകരിക്കാൻ പറ്റണില്ല. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ, ഈ ലോകത്തിലെ ഐശ്വര്യത്തിന് മുഴുവനും നിദാനമായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാൻ നിയോഗിച്ചിട്ടുള്ള ഒരു കാര്യകർത്താവ് മാത്രമാണ് സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും എല്ലാം ഭഗവാൻ ആണ് അവർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സൂര്യന്റെ കഴിവിന്റെ പരിധിയിലുള്ള ഒരു സിമന്തകം അത് ഈ യാദവന് കിട്ടിയ സമയത്ത്, ഭഗവാന്റെ ഒരു പ്രജയ്ക്ക് കിട്ടിയ സമയത്ത് അയാളോട് കൈ നീട്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതാണ് മേൽപ്പത്തൂർ ആചാര്യൻ പറയുന്നത്, തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം. അങ്ങനെ കൈനീട്ടി വാങ്ങാൻ, എല്ലാം കൊടുക്കാൻ മാത്രമാണ്. വരദാഭയങ്ങൾ എന്ന് പറയും ഭഗവാന്റെ കയ്യും. ഒരു കയ്യ് അഭയമാണ്, അന്വേഷിച്ചു വരുന്നവർക്ക് ഇതിന്റെ താഴെ നിന്നോളൂ, നിങ്ങൾക്ക് അഭയമാണ് എന്ന് പറയുന്നതാണ്. മറ്റേ കൈ ഇങ്ങനെയാണ് കാണിക്കുക. അതെന്താണ്? കയ്യിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരദാഭയങ്ങൾ കൊടുക്കണ ഭഗവാൻ ഇത് യാചിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. അതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഭഗവാനെ, ശരിയാണോ? അത് അവിടുന്ന് നിശ്ചയിച്ചോളൂ. ഒന്ന് എന്താണെന്ന് വെച്ചാല്, സത്രാജിത്തിനൊരു പുത്രിയുണ്ട്. ആ പുത്രിയുടെ പേരാണ് സത്യഭാമ. സത്യഭാമ എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയുടെ അവതാരാണ്. രുക്മിണി ദേവി ലക്ഷ്മി ദേവിയുടെ അവതാരാണെങ്കിൽ സത്യഭാമ ഭൂമിദേവിയുടെ ലക്ഷ്മി ദേവിയുടെ അവതാരം രുക്മിണി ദേവി. സത്യഭാമ ഭൂമിയുടെ അവതാരാണ്. ഭൂദേവി ശ്രീദേവി ഭൂദേവി എന്നാണ് ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട പത്നിമാരെ പറ്റി പറയാറുള്ളത്. അനന്തശയനത്തിലൊക്കെ ആ രണ്ട് ദേവിമാരാണ് ഭഗവാന്റെ കാല് തലോടി കൊടുക്കുന്നതും. ചില ചിത്രങ്ങളിൽ ഭഗവാന്റെ തലയ്ക്കല് ലക്ഷ്മി ദേവി ഇരിക്കും, കാൽക്കല് ഭൂമിദേവി ഇരിക്കും. ആ രണ്ട് പത്നിമാര് ഭഗവാന്റെ കഥകളിലൊക്കെ
രുക്മിണി ദേവിയും സത്യഭാമാദേവിയും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. അങ്ങനെയുള്ള സത്യഭാമാദേവിക്ക് ഭഗവാനിൽ അനുരാഗമുണ്ട്. അത് ദേവിയുടെ അച്ഛനായിട്ടുള്ള സത്രാജിത്തിന് അറിയില്ല. സത്രാജിത്ത് മകളെ ഒരു ശതധന്വാവ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു യാദവന് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി തീർച്ചയാക്കിയിരിക്കണം. അപ്പോ തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോടും, ആ പെൺകുട്ടിയെ, ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കണം ഭഗവാന്. അവരുടെ അടുത്തേക്ക് കൊണ്ടുവരണം, തൻ്റെതാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ രുക്മിണി ദേവിയുടെ കഥ പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ഓർമ്മിച്ചു. ഒരു ജീവാത്മാവിന്റെ പരബ്രഹ്മത്തോട്, പരമാത്മാവിനോട് ചേരാനുള്ള ആഗ്രഹമായിരുന്നു ദേവിയുടെ അനുരാഗം എന്ന് പറഞ്ഞു. അതുമാതിരി ഇവിടെ സത്യഭാമയ്ക്കും ആഗ്രഹമുണ്ട്. അത് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഏതൊരു ജീവനും ആശ തരണ വരികളാണ്. രുക്മിണി സ്വയംവരത്തിൽ എന്ന പോലെ ഇവിടെ ഭഗവാനിൽ മനസ്സ് വെച്ചാൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഭഗവാൻ ഏതെങ്കിലും തരത്തിൽ തൻ്റെതാക്കും. അവിടെ രുക്മിണി ദേവിയുടെ കാര്യത്തിൽ വലിയ ഒരു യുദ്ധം ചെയ്തിട്ട് വേണ്ടി വന്നു. അതെങ്ങനെ? രുക്മിണി ആഗ്രഹിച്ചത് ശിശുപാലന് കൊടുക്കാനാണ്. ശിശുപാലനും കൂട്ടുകാരും ഒക്കെ വളരെ പ്രബലന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. അവരുടെ ഇടയിൽ നിന്ന് ദേവിയെ തട്ടിയെടുത്ത് കൊണ്ടുവരണം. അതൊരു വിധം. ഇവിടെ വേറെ ഒരു സൂത്രം കാണിച്ചിട്ട്, ആ സൂത്രത്തിന്റെ ഫലമായിട്ടല്ലേ, പിന്നെ അതിന്റെ തുടക്കമായിട്ടല്ലേ ഭഗവാൻ കൈനീട്ടി യാചിച്ചത്. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോടും. സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, വിവോടും വിവാഹം കഴിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഛലം, ഒരു ചെറിയ സൂത്രപ്പണി അവിടുന്ന് കാണിച്ചു. അതല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കണം. അത് വസന്ത തിലകത്തിലുള്ള ആ ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ ശിഖരിണി വൃത്തം, അടുത്ത 2 ശ്ലോകങ്ങൾ അവിടെ പറയുന്നു. അദത്തം തം തുഭ്യം മണിവരമനേന അല്പമനസാ പ്രസേന തദ്രാധാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കപീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലഹയദതിവാൻ. സത്രാജിത്ത് അത് തന്നില്ല. സത്രാജിത്ത് ഒരു അല്പമാനസനെ പോലെ കാണിച്ചു. അല്പമാനസൻ എന്ന് പറഞ്ഞാൽ വളരെ മീൻ മൈൻഡഡ്, സ്മോൾ മൈൻഡഡ് ആയിട്ടുള്ള ആളെ പോലെ സത്രാജിത്ത് കാണിച്ചു. അതെന്താണ്? സത്രാജിത്തിന് ഇത് കൊടുക്കാൻ, ഭഗവാന് കൊടുക്കാൻ, ഈ മണി കൊടുക്കാൻ ഇഷ്ടമില്ല. അല്പമനസ്സനായി കാണിച്ചു. അതങ്ങനെ ഭഗവാൻ അത് കിട്ടിയില്ല. അവസാനം എന്തായി? അത് സത്രാജിത്തിന്റെ തന്നെ അനുജൻ, സഹോദരൻ പ്രസേനൻ അതെടുത്ത് കഴുത്തിൽ അത് അണിഞ്ഞിട്ട് മൃഗയാ വിനോദത്തിന്, നായാട്ടിന് പോയി. ഒരു വെറും വിനോദമാണ് നായാട്ട്. നായാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല വിനോദവുമല്ല. വെറുതെ കാടിളക്കി അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ കൊന്ന്, ഒരാവശ്യമില്ലാതെ കാടിളക്കി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു വിനോദം. രാജാക്കന്മാർക്ക് കുറച്ചത് ഒരാവശ്യമാണ്, എക്സസൈസ് എന്ന് പറയും. എന്നാലും അതിൽ ഹിംസ ഉള്ളതുകൊണ്ട് അതൊരു നല്ല ശ്ലാഘനീയമായിട്ടുള്ള വിനോദമല്ല. അങ്ങനെ കാട്ടിലേക്ക് അത് കഴുത്തിൽ കെട്ടിപ്പോയി. ഇവിടെയും നമ്മൾ അതിന്റെ തത്വം ആലോചിക്കുകയാണെങ്കിൽ ഈശ്വരൻ അനുവദിച്ചു തന്നിട്ടുള്ള വരമാണ് നമുക്ക് ഈ മനുഷ്യജന്മം. അത് കിട്ടിയിട്ട് അത് ഭഗവാൻ നമുക്കത് മനസ്സിലാക്കി തരുന്നു. പല ഗുരുക്കന്മാരും നമ്മളോട് പറയുന്നു, ഭഗവാൻ തന്നെ ഗുരുവിന്റെ രൂപത്തിൽ വന്നിട്ട് ഈ ജീവിതം എന്നുള്ളത് ഭഗവാന് സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ നമ്മള് അതിനെ കൊണ്ട് അനുജൻ കാട്ടിലേക്ക് നായാട്ടിന് പോകുമ്പോൾ അത് കെട്ടിന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ തുച്ഛമായിട്ടുള്ള ക്ഷുദ്രമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്തൊക്കെ കഷ്ടങ്ങളാണ് വരിക എന്നുള്ളത് അടുത്ത വരികളിൽ മനസ്സിലാവും. പ്രസേന തദ്ഭ്രാത, പ്രസേനസ്തദ്ഭ്രാത എന്ന് മുറിച്ചു പറയുമ്പോൾ പ്രസേനഹ തദ്ഭ്രാത, സത്രാജിത്തിന്റെ സഹോദരൻ പ്രസേനൻ, ഗളഭുവി വഹൻ അത് കഴുത്തിൽ ധരിച്ചിട്ട് പ്രാപ മൃഗയാ വിനോദത്തിന് നായാട്ടിന് പോയി. അവിടെ പോയപ്പോ എന്തുണ്ടായി? അഹന്നേനം
സത്രാജിത്ത് പ്രസേനനെ കൊന്നിട്ട് ഒരു സിംഹം അത് മണി കൈക്കലാക്കി. അത് കയ്യിൽ കടിച്ചു പിടിച്ചുകൊണ്ടായിരിക്കുമല്ലോ സിംഹം ഓടുക. അത് വാങ്ങാൻ കാരണം എന്താ വെച്ചാല് അത് തട്ടിയെടുക്കാൻ പ്രസേനനെ കൊന്നിട്ട് അത് തട്ടിയെടുക്കാൻ കാരണം ആ മണിയുടെ ചുവന്ന പ്രകാശം കണ്ടപ്പോ അതൊരു മാംസഖണ്ഡമാണ്, ഏതോ ഒരു വിചിത്രമായിട്ടുള്ള ജീവിയുടെ മാംസഖണ്ഡമാണ് അതെന്ന് ഒരു സംശയം തോന്നി. അത് എന്നിട്ട് തട്ടിയെടുത്തതാണ്. അങ്ങനെ എടുത്തിട്ട് അപ്പൊ സാധാരണ പറയും സിംഹം സ്വന്തമായിട്ട് ഒരു മൃഗത്തിനെ കൊന്നാല് അതൊരു പറയലാണ്, മൃഗത്തിനെ സ്വന്തമായിട്ട് കൊന്നാലാണ് കഴിക്കുക. പക്ഷെ ഈ മാംസം ഒരാഭരണത്തിനെ പോലെ അണിഞ്ഞു കണ്ടപ്പോ അതിലൊരു കൗതുകം തോന്നി ഈ സിംഹത്തിന്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് പ്രസേനനെ കൊന്നത്. ആ പ്രക്രിയയിൽ പ്രസേനനെ മരിച്ചുപോയി, കൊന്നു പ്രസേനനെ. എന്നിട്ട് അത് കൈക്കലാക്കി. എന്നിട്ട് ഓടുന്ന സമയത്ത് ജാംബവാൻ എന്ന കപീന്ദ്രൻ, ശ്രേഷ്ഠനായിട്ടുള്ള കവി, ഇവിടെ ജാംബവാനെ വാനരനായിട്ടാണ് പറയുന്നത്, കുരങ്ങനായിട്ടാണ് പറയുന്നത്. അതിന്റെ നേരെ മുമ്പിലുള്ള വൃക്ഷം എന്നുള്ള അവസ്ഥയല്ല, കുരങ്ങനായിട്ട് തന്നെ പറയാണ്. അത് കയ്യില് ഹത്വ, ആരെ? സിംഹത്തിനെ കൊന്നിട്ട് ആ മണിയെ കൈക്കലാക്കി. അത് ഗുഹയിൽ കൊണ്ടുവന്നിട്ട് സ്വന്തം കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു. അപ്പൊ എന്തായി? തപസ് ചെയ്തിട്ട് സത്രാജിത്തിന് അത്രയും തപസ് ചെയ്ത് അത് നേടിയെടുത്തു. നമുക്കൊക്കെ ജീവിതത്തിൽ കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഭക്തി കാണിച്ച് ഭഗവാന്മാരെയും ദേവതമാരെയും ഒക്കെ അങ്ങോട്ട് ബെൻഡ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ വാങ്ങി കിട്ടിയ അനുഗ്രഹവും അത് വേണ്ട വിധത്തിലല്ല ഉപയോഗിക്കുക. അത് ഭഗവാൻ ചോദിച്ചു, കൊടുത്തില്ല. അനിയന് കൊടുത്തു. അനിയൻ അത് കഴുത്തിൽ അണിഞ്ഞു പോയി. അനിയന്റെ കയ്യിൽ നിന്ന് അതൊരു സിംഹം തട്ടിയെടുത്തു. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കപീന്ദ്രനായിട്ടുള്ള രാമഭക്തനായിട്ടുള്ള ജാംബവാൻ അത് കിട്ടി. ജാംബവാനും അതിന്റെ മാഹാത്മ്യം മനസ്സിലായില്ല. അത് കൊണ്ടുപോയിട്ട് ഒരു കുട്ടിക്ക് കളിപ്പാട്ടമായിട്ട് കൊടുത്തു. നോക്കൂ, ഭഗവാൻ കൊടുത്ത വരം എവിടെ എത്തുന്നു എന്നുള്ളത്. ഇതാണ് നമ്മളുടെ സാധാരണ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ശശം സുസത്രാജിത് ഗിരമനു ജനസ്ത്വം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂ കപിഗുഹം. പ്രസേനൻ തിരിച്ചു വരാതെ, കാട്ടിൽ നിന്ന് തിരിച്ചു വരാതെ കണ്ട സമയത്ത് സത്രാജിത്ത് ജനങ്ങളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഭഗവാൻ ആയിരിക്കണം അത് കട്ടെടുത്തതാണ്. അത് സത്രാജിത്ത് അത് പറഞ്ഞ സമയത്ത് ജനങ്ങൾ അത് വിശ്വസിച്ചു. അത് ഓരോരുത്തരുടെ കർണത്തിൽ വീണു. അത് അവര് വായ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ സമൂഹത്തില് ഭഗവാനെതിരായിട്ട് ഒരു പ്രസ്താവം പരന്നു. ഭഗവാനാണ് അത് എടുത്തത് എന്നുള്ളത്. ശശംസു സത്രാജിത് ഗിരം, സത്രാജിത്തിന്റെ ഗിരം വാക്ക് അനുസരിച്ചിട്ട് ജനങ്ങൾ എല്ലാവരും ഭഗവാനെ മണി ഹരിച്ചെടുത്തു എന്നുള്ളത് പറഞ്ഞു. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക. എന്തുകൊണ്ടാണ് അപവാദങ്ങളൊക്കെ വേഗം സമൂഹത്തിൽ പരക്കുന്നത്? ഒരാളൊരു സത്യം വിളിച്ചു പറഞ്ഞാൽ, നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് ആരും റിപ്പീറ്റ് ചെയ്യില്ല. ആരെങ്കിലും പറ്റി കുറ്റങ്ങൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും കൂടുന്ന സമയത്ത് പെട്ടെന്ന് അത് പരത്തും. ജനങ്ങളുടെ സ്വഭാവം അത് തന്നെയാണ്. വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരില്, ആചാര്യ തുല്യരായിട്ടുള്ള നമ്മൾ കാണുന്ന വലിയ ആൾക്കാര്, അവരിലുള്ള ഒരു ദോഷത്തിന്റെ ഒരു ചെറിയ കണിക അവരിലുണ്ടെന്ന് വിചാരിക്കൂ, അത് ജനങ്ങൾക്ക് അമൃതത്തിന് തുല്യാണ്. കാരണം അത് പറഞ്ഞ് പരത്തി നടന്ന് അതിൽ നിന്ന് സന്തോഷം നേടാൻ അവർക്ക് വളരെ അതൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. അങ്ങനെ നല്ല ജനങ്ങളെ പറ്റി കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു പരത്താൻ ജനങ്ങൾക്ക് സന്തോഷമാണ്. ജനങ്ങൾക്കത് അമൃത തുല്യമാണ്, പീയൂഷം പോലെയാണ്, അമൃത തുല്യം. അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാ കാര്യങ്ങളും എന്താണ് അതിന് സംഭവിച്ചതെന്നുള്ളത് അറിയാം. എന്നാലും ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കണല്ലോ. അതിന് കുറച്ച് ആൾക്കാരെ, സ്വന്തം ആൾക്കാരെ കൂട്ടിയിട്ട്, സ്വജനങ്ങളെ കൂട്ടിയിട്ട്, സ്വജന സഹിതവും കുറച്ച് ജനങ്ങളുടെ കൂടെ
മാർഗണപരനായിട്ട് പുറപ്പെട്ടു. മാർഗണപരൻ എന്ന് പറഞ്ഞാൽ അതിൽ അന്വേഷണത്തിന് താല്പര്യമുള്ളവനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പോയ സമയത്ത് പ്രസേനം തം ദൃഷ്ട്വ ഹരിമപി, പ്രസേനനെ കണ്ടു, മരിച്ചു കിടക്കുന്ന പ്രസേനനെ കണ്ടു. മരിച്ചു കിടക്കുന്ന പ്രസേനന്റെ അടുത്തുനിന്ന് കുറച്ചൊരു സിംഹത്തിന്റെ കാൽപ്പാട്, ചോരപുരണ്ട കാൽപ്പാട്, അത് ഫോളോ ചെയ്ത് പോയ സമയത്ത് അവിടെ സിംഹത്തിനെ കണ്ടു. ആ സിംഹവും മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ സിംഹത്തിന്റെ മരിച്ചു കിടക്കുന്ന അവിടുന്ന് ഒരു കാലടി പാടെ എങ്ങോട്ടോ പോകുന്നുണ്ട്. അത് അന്വേഷിച്ചു പോയ സമയത്താണ് ഒരു ഗുഹയിലെത്തി. കപിട ഗുഹയില്, വാനരന്റെ ഗുഹയിലെത്തി. അവിടെ എത്തിച്ചേർന്നു ഭഗവാൻ. ശശം സുസത്രാജിദ്ഗിരമനു ജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തത സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂ കവി ഗുഹം. പ്രസേനനെ കണ്ടു, പ്രസേനനെ കൊന്ന സിംഹത്തെ കണ്ടു. അന്വേഷിച്ചു പോയപ്പോ കവിയുടെ ഗുഹയിലെത്തി. അവിടെ എത്തിയ സമയത്ത് ഒരുപക്ഷെ ഭഗവാൻ അവിടെ എത്തിയപ്പോ ആ മണി കണ്ടത് എവിടെയാണ്? കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു. ആ കുട്ടി അതും എടുത്ത് കളിക്കുന്നത് കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരുപക്ഷെ 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കണ്ട സമയത്ത് ഭഗവാൻ തീർച്ചയായിട്ടും അത് തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അത് ആരാണ് എന്റെ ഗുഹയിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെയുള്ളൊരു എന്റേതായിട്ടുള്ള ഈ മുതല് എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ ആരാ ഇവിടെ വന്നിരിക്കുന്നത്? അത് തോന്നിയിട്ടുണ്ടാവണം. അവിടുന്ന് ആരാണെന്നുള്ളത് നല്ലപോലെ അന്വേഷിച്ചില്ല. കാരണം എന്താ വെച്ചാല് ജാമ്പവാൻ വയസ്സനാണ്, കണ്ണൊന്നും നല്ലോണം കാണില്ല. പിന്നെ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ശക്തിമാനാണ്. എപ്പോഴും ഗുഹയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ, ഇടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശീലം. അപ്പോ എന്തു ചെയ്തു ജാമ്പവാൻ? ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമം ക ഇഹ യോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യധിത ഭക്ത ചൂടാമണി. ഭഗവാൻ അവിടെ കയറി വന്നപ്പോ ഇത് ശ്രീരാമസ്വാമിയുടെ അവതാരമാണെന്നുള്ളതൊന്നും ജാമ്പവാന് മനസ്സിലായില്ല. അത് അന്വേഷിച്ചില്ല. ആണോ ഇതാരാണ് ഒന്ന് നല്ലോണം നോക്കി മനസ്സിലാക്കിയില്ല, അറിഞ്ഞേയില്ല. അതാണ് ഭവന്തം അവിതർക്കയൻ, അവിടുത്തെ ആരാണെന്ന് മനസ്സിലാക്കാതെ അധികം വയസ്സായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ആ ജാമ്പവാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുകുന്ദ ശരണം ഹിമാം ക ഇഹ രോധും ഇത്യാലപൻ. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മുകുന്ദനിൽ ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ്. മുകുന്ദൻ മോക്ഷദായകനായിട്ടുള്ള ശ്രീരാമസ്വാമിയിൽ ജീവിതം അർപ്പിച്ചിട്ടുള്ള എൻ്റെ ഈ ഗുഹയിലേക്ക് ആരാണ് ഇവിടെ കയറി വന്നിട്ട് എന്നെ തടുത്തു നിർത്താൻ? ഇതാരാണ് എന്ന് ചോദിച്ചിട്ട് മുകുന്ദ ശരണം ഹിമാം ക ഇഹ രോധും ഇത്യാലപൻ അതന്നെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? ഈ വന്ന ആളെ ആരാണെന്നറിയാതെ മുഷ്ടി കൊണ്ട് കയ്യ് മടക്കി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടിക്കുമ്പോഴൊക്കെയും ഒരു കാര്യം പറയുന്നുണ്ട്. ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ പേരാണ് പറയുന്നത്. വിഭോ രഘുപതേ ഹരേ ജയ ജയ. അതായത് എല്ലാ പാപങ്ങളും ഹരിക്കുന്ന, ഹരേ എന്ന് പറഞ്ഞ എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കുന്ന രഘുപതേ, രഘുകുലതിലകമേ വിഭോ ശ്രീരാമസ്വാമി, അവിടുന്ന് നിത്യം ജയിക്കട്ടെ, നിത്യം ജയിക്കട്ടെ. കാരണം ശ്രീരാമസ്വാമിയുടെ ദാസനായിട്ടുള്ള എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് പേരുദോഷമാണ്. ഭഗവാന്റെ പേരും ഭഗവാന്റെ പ്രശസ്തിയും എന്നും ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടി കൊണ്ട്, ഫിസ്റ്റ് കൊണ്ട് ചിരം കുറേ നേരം ഭഗവാനെ ഇടിച്ചു, ശ്രീകൃഷ്ണനെ ഇടിച്ചു. ഇത് അദ്ദേഹം ഒരു ഭക്ത ചൂടാമണിയാണ്, ഭക്തനാണ്. ഭഗവാനാണെങ്കിൽ ഇത് മുഷ്ടി കൊണ്ട് എന്നെ ധാരാളം പൂജിച്ചു. അതാണ് ഭാഗവതം പറയുമ്പോൾ ആചാര്യന്മാരെടുക്കി പറയും, ഇടി പുഷ്പാഞ്ജലിയാണ് കൊടുത്തതെന്ന്. ആ ഇടിയായിരുന്നു അവിടെ പുഷ്പാഞ്ജലി. ഭഗവാന് അത് നല്ലപോലെ മനസ്സിലായി. എന്നാലും തന്നെ ഭക്തൻ ഇങ്ങനെ ഇടിച്ചും കൊണ്ട് എന്നെ പൂജിച്ചപ്പോ
ഭഗവാന് കുറച്ച് ശക്തി അങ്ങോട്ടും കാണിച്ചു കൊടുക്കണല്ലോ. അങ്ങനെയല്ലേ അച്ഛനും മകനും കളിക്കുമ്പോ അച്ഛൻ ഒന്നും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും കുഞ്ഞിനെ ഒന്ന് കുറച്ച് ആ കുട്ടിയുടെ ശക്തി ഒന്ന് പുറത്തു വരുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരി ശക്തി പിടിക്കും. അതുപോലെ ഭഗവാൻ തന്റെ ഭക്തന്റെ ആ ശക്തിയെ ഒന്ന് പുറത്തു വരുത്താൻ വേണ്ടി അങ്ങോട്ടും ഇടി കൊടുക്കാൻ തുടങ്ങി. വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം ചിരം തവ സമർച്ചനം വ്യതിത ഭക്തചൂടാമണി. അവിടുന്ന് എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങോട്ടും കുറച്ച് ഇടിച്ചു. ആ സമയത്താണ് ഒന്ന് ഭാഗവതത്തിൽ പറഞ്ഞത്. അപ്പോഴാണ് ജാമ്പവാൻ ഒന്ന് നല്ല പോലെ കണ്ണു തുറന്നു നോക്കുന്നത്. ഇതാരാണ്? എന്നെ ഇങ്ങോട്ട് ഇടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് രഘുപതിക്ക് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ, ശ്രീരാമചന്ദ്ര സ്വാമിക്കും. പിന്നെ ആരാ ഇവിടെ ഒരാൾ ഇതുപോലെ വന്നിരിക്കുന്നത്? നല്ലോണം കണ്ണു തുറന്നു നോക്കിയപ്പോ മനസ്സിലായി ഇത് എത്ര ഭഗവാന്റെ ലക്ഷണങ്ങള്, ശ്രീരാമസ്വാമിയിൽ ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ എന്താണോ അതൊക്കെ ഈ വന്ന വ്യക്തിയിലുണ്ട്. ഇത് ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലായി. അത് കണ്ട ഉടനെ എന്ത് ചെയ്തു? ബുദ്ധ്വാദതേന ദത്തം വരമണിം വരമണിം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ അമും ആഗാ സപതി ച സത്രാജിതേ മണിം പ്രാതാം. ഭഗവാൻ ആണ് ഇത് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞ സമയത്ത് സത്രാജിത്ത് ആ തന്റെ മകളെയും ആ നല്ല മണി ഇവിടെ പറയാം നവരമണി ആയിട്ടുള്ള തന്റെ മകള്, നവരമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള സുന്ദരിയായിട്ടുള്ള സ്ത്രീ, തന്റെ മകള് ജാമ്പവതിയെയും പിന്നെ സ്യമന്തകം എന്ന് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മണി, അതും രണ്ടും കൂടിയിട്ട് ഭഗവാന് കൊടുത്തു. കൊടുത്ത സമയത്ത് ഭഗവാൻ ആ ശ്രേഷ്ഠമായിട്ടുള്ള സമന്തക രത്നത്തെ എടുത്തിട്ട് സത്യഭാമായി ജാമ്പവതിയെ സ്വന്തമാക്കി ഈ സമന്തകമണി അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അനുഗ്രഹിച്ചു, നന്നായിട്ട് അനുഗ്രഹിച്ചു. അല്ല, സമന്തകരത്നം കയ്യിലെടുത്തു, രണ്ടും എടുത്തു എന്ന് പറയുന്നുണ്ട്. നവരമണിയും വരമണിയും ച പരിഗൃഹ്ണൻ, അത് രണ്ടും സ്വീകരിച്ചിട്ട് ജാമ്പവതിയെ പത്നിയാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആ സെമന്തകമണിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സത്രാജിത്തിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് രണ്ടും സ്വീകരിച്ചിട്ട് ആ ജാമ്പവാനെ അനുഗ്രഹിച്ചു. അനുഗ്രഹ്ണൻ അമും അയാളെ, അവനെ, അതായത് ജാമ്പവാനെ. എന്നിട്ട് വേഗം തന്നെ തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് തന്റെ ക്യാപിറ്റലിലേക്ക് വന്ന് കാട്ടിൽ നിന്ന് തന്റെ തലസ്ഥാനത്തേക്ക് വന്നിട്ട് സത്രാജിത്തിന് ആ മണി കൊടുത്തു, തിരിച്ചു കൊടുത്തു. ഒട്ടും വെക്കാൻ ആഗ്രഹമില്ല എന്നിപ്പോ സത്രാജിത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭഗവാൻ അന്ന് ചോദിച്ചതാണ്. ഭഗവാൻ അതിൽ താല്പര്യം ഉണ്ടായിട്ടില്ല. കുറെ നടക്കേണ്ട കുറെ ദുർഘടനകൾ നടന്നു കഴിഞ്ഞു. ഇനി സത്രാജിത്തിന് ഇനിയും അത് കയ്യിൽ വെച്ചിട്ട് കുറേയും കൂടി അനുഭവിക്കാൻ യോഗമുണ്ട്. തിരിച്ചു കൊടുത്തു. ആ സമയത്ത് തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാസ്തസ്യേവാദാൻമണിം ദഹനാശയ. അത് ആ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് സത്രാജിത്തിന് വളരെയധികം ഒരു പേടി തോന്നി, ഒരു ലജ്ജ തോന്നി. ഞാനിങ്ങനെ ഭഗവാനെ പറ്റി അപവാദം പറഞ്ഞു പരത്തിയല്ലോ എന്നുള്ള പേടി തോന്നി, ലജ്ജ തോന്നി. ആ സമയത്ത് സത്യഭാമയെ ശതധന്വാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാദവന് കൊടുക്കാമെന്ന് താൻ വാക്കുകൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. വാക്കുകൊണ്ട് ഗിരൈവ പരാർപ്പിതം, വാക്കുകൊണ്ട് വേറെ ആൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ പെൺകുട്ടിയെ ഇപ്പോ ഈ പറഞ്ഞു പരത്തിയതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്നുള്ള പോലെ ആ മകളെ ഭഗവാന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയാക്കി ഭഗവാന് കൊടുത്തു. കൊടുത്ത സമയത്ത് ഭഗവാനോ തനിക്ക് കിട്ടേണ്ടതാണ് സത്യഭാമ എന്ന ഈ സ്ത്രീരത്നം, അത് സ്വീകരിച്ചു. എന്നിട്ടോ ആ മണി തിരിച്ച് സത്രാജിത്തിന് തന്നെ കൊടുത്തു. സന്തോഷമായിട്ടാണ് ഭഗവാൻ അത് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാൻ ചെയ്ത സമയത്ത് ഭഗവാന്റെ ഉള്ളില് എന്തൊക്കെയോ ഗംഭീരമായിട്ടുള്ള ആഴത്തിലുള്ള ചില ചിന്തകൾ ഉണ്ടായിരുന്നു. ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണ് ഗഹനാശയൻ.
ഗഹനമായിട്ട് ഡീപ്പായിട്ട് ആലോചിക്കുന്ന ആള്. അങ്ങനെയുള്ള ഭഗവാൻ അത് തിരിച്ചു കൊടുത്തു. കാരണം ഇനിയും കുറച്ച് കാര്യങ്ങൾ സത്രാജ്യത്തിന് സംഭവിക്കാനുണ്ട്. ഇത് കയ്യിലിരുന്നാലേ അത് നടക്കുള്ളൂ. സാധാരണ നിലയിൽ ഒരു ദുർഭിക്ഷ ഉണ്ടാവില്ല, ഫാമിൻ ഉണ്ടാവില്ല. അത്രയൊക്കെ മഹത്വമുള്ള ആ മണി അതിനെ വേണ്ട വിധത്തിൽ സൂക്ഷിക്കണമായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് ആ മണി കാരണം പലതരത്തിലുള്ള വിചാരിക്കാത്ത അപകടങ്ങൾ ഉണ്ടായത്. ഇപ്പോ വിവാഹം കഴിഞ്ഞു, ഭഗവാന്റെ കൊട്ടാരത്തില് സത്യഭാമ എത്തി, ജാമ്പവതി ഉണ്ട്, സത്യഭാമ എത്തി. വ്രീളാകുലം രമയതി ത്വയി സത്യഭാമം കൗന്ദേയദാഹ കഥയാത കുരുൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാചഹാര. സത്യഭാമ നല്ല ലജ്ജയുള്ളൊരു സ്ത്രീ, ഭൂമിദേവിയുടെ അവതാരം, നല്ല ശീലമുള്ള സ്ത്രീ. അങ്ങനെ ലജ്ജയോട് കൂടിയിട്ട് നവവധുവായിട്ട് ജീവിക്കുന്ന സത്യഭാമയുടെ കൂടെ ഭഗവാൻ സന്തോഷമായിട്ട് സത്യഭാമയെ രമിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങനെ വാഴുകയായിരുന്നു. ആ സമയത്ത് ഹസ്തിനപുരത്തിൽ നിന്നൊരു കഥ കേട്ടു. ഹസ്തിനപുരത്തിലാണ് ധൃതരാഷ്ട്ര രാജാവായിട്ടിരിക്കുന്നത്. അവിടെ ആ കുന്തി ദേവിയെയും കുട്ടികളെയും കൂടിയിട്ട് ഒരു അരക്കില്ലത്തില് വാരണാവതത്തില് ഒരു ഉത്സവം കാണാൻ വേണ്ടി ദുര്യോധനൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഒരു ഉത്സവം കാണാൻ വേണ്ടി അവരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. നല്ലൊരു പാലസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് താമസിക്കാൻ. ആ കൊട്ടാരം മുഴുവനും അരക്ക് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. തീയൊന്ന് തട്ടിയാൽ മുഴുവനും പെട്ടെന്ന് കത്തിപ്പോണ അരക്ക് ഇല്ലം. ആ അരക്കില്ലത്തിൽ വെച്ചിട്ട് തൻ്റെ അച്ഛൻ പെങ്ങളായിട്ടുള്ള കുന്തി ദേവിയും 5 പുത്രന്മാരും മരിച്ചു എന്നുള്ള കഥ അങ്ങനെയായിരുന്നു ആദ്യം കേട്ടത്. അത് കേട്ട സമയത്ത് അവരുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും ബലരാമസ്വാമിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബലരാമസ്വാമിയുടെയും അച്ഛനാണ് വസുദേവരുടെ സഹോദരിയാണ് കുന്തി ദേവി. അങ്ങനെ കുരുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു രാജാക്കന്മാര്, കുരുക്കളുടെ ആ രാജ്യത്തിലേക്ക്, അതായത് ഹസ്തിനാപുരത്തിലേക്ക് കൗന്ദേയദാഹ കഥയാത, കൗന്ദേയന്മാരെന്ന് പറഞ്ഞാല് കുന്തി ദേവിയുടെ മക്കള്, അവരൊക്കെ മരിച്ചു, കുന്തി ദേവിയും മക്കളൊക്കെ മരിച്ചു എന്നുള്ള കഥ കേട്ട് അവിടെ ചെന്നു. ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഇപ്പൊ നാട്ടിലില്ല. ആ സമയത്ത് ശതധന്വാവ് എന്ന് പറഞ്ഞിട്ടുള്ള യാദവനോട്, അവിടെ തന്നെയുള്ള വേറെ യാദവന്മാരാണ് കൃതവർമാവും അക്രൂരനും. അക്രൂരന്റെ ഭക്തി നമ്മൾ ഒരിക്കലും കണ്ടതാണ്. അങ്ങനെയുള്ള അക്രൂരന് ഒരു നിമിഷത്തില് ഒരു ദുർബുദ്ധി തോന്നി. ഇതൊക്കെ നമുക്ക് പാഠങ്ങളാണ്. നമ്മൾ ഭക്തന്മാരാണെന്നൊക്കെ വിചാരിക്കും, സ്പിരിച്വൽ പാത്തിലാണ് യാത്ര ചെയ്യണതെന്ന് വിചാരിക്കും. എന്നാലും പല നിമിഷങ്ങളിലും ഒരുപാട് കുബുദ്ധികൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. ഒരു നിമിഷത്തെ കുബുദ്ധിയില് ഗാന്ധിനേയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധിനിയുടെ പുത്രൻ, അക്രൂരന്റെ അമ്മയുടെ പേരാണ് ഗാന്ധിനി. ഗാന്ധിനേയനായിട്ടുള്ള അക്രൂരനും പിന്നെ മറ്റൊരു യാദവനായിട്ടുള്ള കൃതവർമാവും, അവർ രണ്ടുപേരും കൂടി ശതധന്വാവിനോട് പറഞ്ഞു, അങ്ങേക്ക് തരാന്ന് പറഞ്ഞ കുട്ടിയെ ഇപ്പൊ ഭഗവാൻ ആ ദേവിയെ ഇപ്പൊ ഭഗവാന്റെ കൊട്ടാരത്തിലാണല്ലോ കാണുന്നത്, ഇതിന് പകരം വീട്ടണ്ടേ? ആ സത്രാജിത്ത് വാക്ക് തെറ്റിച്ചില്ലേ സത്യഭാമയുടെ അച്ഛൻ, അതുകൊണ്ട് അദ്ദേഹത്തെ പോയിട്ട് കൊല ചെയ്യണം, എന്നിട്ട് ആ മണി തട്ടിയെടുക്കണം. അവിടുന്ന് സത്രാജിത്തിനെ കൊന്നാൽ പിന്നെ അവിടുന്ന് കിട്ടാനുള്ള ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും മകളായിട്ടുള്ള സത്യഭാമ എന്നുള്ള സ്ത്രീരത്നത്തെ കിട്ടിയില്ല. എന്നാൽ കൊട്ടാരത്തിലിരിക്കുന്ന ഈ മണി അത് അപഹരിച്ചു കൊണ്ടുവരണമെന്ന് അവർ രണ്ടുപേരും കൂടിയിട്ട് ദുർബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് ശതധന്വാവ് അവിടെ ചെന്ന് സത്രാജിത്തിന്റെ കൊട്ടാരത്തിൽ ചെന്ന് കൊന്ന് ആ രത്നം കയ്യിലെടുത്തിട്ട് ഒളിച്ചോടുകയാണ്. ആ സമയത്ത് ഈ ഗാന്ധിനേയ കൃതവർമ്മഗിര അവരുടെ വാക്ക് കേട്ടിട്ട് കഷ്ടം, ഈ അക്രൂരൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഈ യാദവൻ, ഈ ഭക്തൻ, കൃഷ്ണഭക്തൻ എന്തിനാണിത് ചെയ്ത്? അതിനുള്ള നിന്ദ കാണിക്കുന്ന വാക്കാണ് ഹി, കഷ്ടം, ഇങ്ങനെ ചെയ്തു. എന്നിട്ട് സത്രാജിത്തിനെ നിപാത്യ കൊന്നിട്ട് ശതധനുർ മണി മാജഹാര, ശതധന്വാവ് ആ മണി ആജഹാര അപഹരിച്ചു. അത് കണ്ട സമയത്ത് സത്യഭാമ ദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്റെ പതി സ്ഥലത്തില്ല, ദൂരത്താണ്. ആരോടാ പറയാ? ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആ മൃതശരീരം ഒരു തൈലത്തോണിയിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ചേർക്കുമ്പോൾ
അതിനൊരു പ്രിസർവേറ്റീവ് ഫങ്ഷൻ ഉണ്ട് എണ്ണയ്ക്ക്. എണ്ണ തോണിയിലിട്ടിട്ട് വെച്ചാൽ ശവം ഇപ്പൊ മോർച്ചറിയിലൊക്കെ നമ്മൾ വെക്കുന്നത് പോലെ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ സൂക്ഷിച്ച് കൊട്ടാരത്തിൽ വെച്ചിട്ട് സത്യഭാമ സ്വന്തം പോയി തന്നെ ഒറ്റയ്ക്ക് ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? ഹസ്തിനപുരം എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്, ദ്വാരക നമുക്കറിയാം. എത്ര ദൂരമുണ്ട്? ഒറ്റയ്ക്ക് അവിടെ ചെന്നു ഭഗവാനോട് തന്റെ കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ പോയി. ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്തം ഹത്വാ ദ്രുതം ശതതനും സമഹർഷയസ്തം രത്നേന സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോഗതം സം അശിശിക്ഷിത താർത്തരാഷ്ട്രം. ആ സമയത്ത് സങ്കടത്തോടു കൂടിയിട്ട് സത്യഭാമാദേവി ഹസ്തിനപുരത്തിലെത്തി. ഹസ്തിനപുരത്തിലെത്തി ഭഗവാനോട് കഥകളൊക്കെ പറഞ്ഞു. ഭഗവാനൊന്നും അറിയാത്തതല്ല. എന്നാലും ശതധന്വാവ് ഇത് ചെയ്തു. ആരോടാണ് ചെയ്തത്? സത്രാജിത്ത് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നാലും തന്റെ പത്നിയുടെ അച്ഛനാണ്. സങ്കടം കാണിച്ചുകൊണ്ട് അവര് അവിടെ എത്തി. കൊട്ടാരത്തിൽ അത് തിരിച്ചു വന്നു. അവർ രണ്ടുപേരും ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും വേണ്ട പോലെ സങ്കടം പ്രകടിപ്പിച്ചു. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. എന്നിട്ട് അവര് തിരിച്ച് ദ്വാരകയിലെത്തി. ദ്വാരകയിലെ ഭഗവാൻ എത്തണമെന്ന് കേട്ടപ്പോഴേക്കും തന്നെ ശതധന്വാവ് ഈ രത്നം അപഹരിച്ചിട്ട് ഇനി നാട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് വേഗത്തിൽ പോയി. പോണ സമയത്ത് ആദ്യം കൃതവർമാവിനോടും അക്രൂരനോടും തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അവരാണ് ഇതിങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷെ ഭഗവാനും ബലരാമസ്വാമിയൊക്കെ വരുന്നു എന്ന് കേട്ടപ്പോ പിന്നെ അവർക്ക് അവിടെ നിന്ന് നിൽക്കാൻ ധൈര്യമില്ല. അവർ രണ്ടുപേരും ശതധന്വാവിനെ ഉപേക്ഷിച്ചു. ഇനി ഞങ്ങളോടൊന്നും പറയണ്ട, ചെയ്തത് താങ്കളാണ്, എന്താണെന്ന് വെച്ചാൽ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു അവര് കൈ ഒഴിഞ്ഞു. ശതധന്വാവ് കുതിരപ്പുറത്ത് കയറിയിട്ട് വളരെ വളരെ സ്പീഡിൽ ഓടിച്ചു പോയി. പക്ഷെ ഭഗവാൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന് പറയുന്നത് മിഥില രാജ്യം, ജനകന്റെ രാജ്യമാണ് മിഥില, സീതാദേവിയുടെ അച്ഛൻ. മിഥില രാജ്യത്തിന്റെ അതിർത്തിയിലെത്തുന്ന സമയത്തേക്കും ശതധന്വാവിന്റെ കുതിര കൊഴിഞ്ഞു വീണു. ശതധന്വാവിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ശതധന്വാവിനെ ഭഗവാൻ സുദർശനം അയച്ചു കൊന്നു. അപ്പൊ സത്രാജിത്ത് മരിച്ചു. സത്രാജിത്തിനെ കൊന്ന ശതധന്വാവിനും പണിഷ്മെന്റ് കിട്ടി. അപ്പൊ ആ പോകുന്ന ഓട്ടത്തില് മണിയെടുത്ത് ഓടുകയായിരുന്നു. അക്രൂരനോടും കൃതവർമാവിനോടും പറഞ്ഞ സമയത്ത് ഭഗവാൻ വരണ്ട, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് പേടിച്ചിട്ട് അത് അക്രൂരന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടാണ് ഓടിപ്പോയത്. നോക്കൂ, ഒരു മണി ശ്രേഷ്ഠമായിട്ട് സൂക്ഷിക്കേണ്ടതിന് വന്നിട്ടുള്ള ആദ്യം ഭഗവാന് തരൂന്ന് പറഞ്ഞു, തനിക്ക് തരൂന്ന് പറഞ്ഞു. ഈ ജീവൻ കിട്ടിയാൽ, മനുഷ്യജന്മം കിട്ടിയാൽ ഭഗവാൻ അർപ്പിക്കണം എന്നുള്ളത് ഭഗവാൻ തന്നെ ഗുരുക്കന്മാരുടെ രൂപത്തിൽ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ജീവന് വന്നു ചേരുന്ന നമ്മളൊക്കെയും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പല പല വീഴ്ചകളും. അങ്ങനെ ശതധന്വാവിനെ കൊന്നു. ഭഗവാൻ കൊന്നു എന്ന് കേട്ട സമയത്ത് സത്യഭാമാദേവിക്ക് കുറച്ച് സമാധാനം, നീതി ലഭിച്ചു എന്ന് തോന്നി. സമഹർഷയസ്ഥാം, ദേവിയെ സന്തോഷിപ്പിച്ചു. പക്ഷേ ഈ മുഴുവൻ പ്രക്രിയയില് ബലരാമസ്വാമിക്ക് അല്പം സംശയം തോന്നി. ശതധന്വാവ് രത്നം അപഹരിച്ചു ഓടി, കൃഷ്ണനും പിന്നാലെ ഓടിപ്പോയി. ഇപ്പൊ ഇതാ കൃഷ്ണൻ പറയുന്നു ശതധന്വാവിനെ കൊന്നു, രത്നമില്ല എന്ന്. അപ്പൊ പിന്നെ രത്നം എവിടെ പോയി? എന്തോ മനസ്സിൽ എവിടെയോ ഒരു പിശകുണ്ട് എന്ന് തോന്നി അദ്ദേഹത്തിന്. അപ്പൊ ശതധന്വാവിനെ പിന്തുടർന്ന് കൃഷ്ണൻ പോകുമ്പോ ബലരാമസ്വാമിയും പോയിരുന്നു. മിഥില രാജ്യത്തിന്റെ അതിർത്തിയിൽ വെച്ചിട്ടാണ് ശതധന്വാവ് കൊല്ലപ്പെട്ടത്. പിന്നെ ഭഗവാൻ ബലഭദ്രസ്വാമി തിരിച്ചു വന്നില്ല ദ്വാരകയിലേക്ക്. എന്തോ മനസ്സിനൊരു വിഷമം വന്നിട്ട് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അങ്ങനെ മിഥിലാപുരിയിലേക്ക് കയറിപ്പോയി. അങ്ങോട്ട് യാത്ര ചെയ്തിട്ട് ജനകന്റെ കൊട്ടാരത്തിൽ ചെന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജാവ് മിഥിലയുടെ നാഥൻ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് ദുര്യോധനൻ ആ കാലത്ത് വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. ബലരാമസ്വാമി അവിടെ ചെന്ന സമയത്ത് ദുര്യോധനൻ ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്ന് ഗദായുദ്ധം പരിശീലിച്ചു, ഗദ ഉപയോഗിക്കാനുള്ളത് പരിശീലിച്ചു. അങ്ങനെ ബലരാമസ്വാമിയുടെ ശിഷ്യനായി ദുര്യോധനൻ, പ്രിയ ശിഷ്യനായി നന്നായിട്ട് ഗദ ഉപയോഗിക്കാൻ പഠിച്ചു. ഭീമസേനന് ശക്തി അധികമുണ്ട്, പക്ഷേ
ദുര്യോധനനാണ് അതിന്റെ ടെക്നിക്സ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞു. അങ്ങനെ ബലരാമസ്വാമിക്ക് ദുര്യോധനോടൊരു പ്രീതി വന്നു. പിന്നീട് എല്ലാവരും കൃഷ്ണന്റെ ഭാഗത്തുള്ള, കൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിട്ട് യാദവന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെയും ദുര്യോധനന്റെ ഭാഗത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നു യാദവ സൈന്യത്തിന്. കൃഷ്ണൻ തന്നെ കൊടുത്തതാണ് ദുര്യോധന യാദവ സൈന്യം, നാരായണ സൈന്യം. പക്ഷെ ആ യുദ്ധത്തിലൊന്നും അതൊന്നും കാണാൻ ബലരാമസ്വാമി നിന്നില്ല. ബലരാമസ്വാമി ഒരു തീർത്ഥയാത്രയ്ക്ക് ആ സമയത്ത് പുറപ്പെട്ടു പോയി. കാരണം ഒന്ന് തന്റെ ശിഷ്യനാണ് ദുര്യോധനൻ, മറ്റത് തന്റെ അച്ഛന്റെ പെങ്ങളായിട്ടുള്ള കുന്തിദേവിയുടെ മകനായിട്ടുള്ള അർജുനനോടാണ്. അർജുനനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൃഷ്ണൻ നിൽക്കുന്നത്. കുട്ടികൾ 5 പേരും തന്റെ അച്ഛൻ പെങ്ങളുടെ മക്കളാണ്. അവരുടെ എതിരായിട്ട് നിൽക്കാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ ബലരാമസ്വാമി ഒരു തീർത്ഥയാത്രയ്ക്ക് പിന്നീട് പോകുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് ബലരാമസ്വാമി മിഥിലാപുരിയിൽ പോയി ദുര്യോധനെ അവിടെ കണ്ടു. അവിടെ ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിച്ചു കൊടുത്തിട്ട് ബലരാമസ്വാമിയുടെ ശിഷ്യനായി ദുര്യോധനൻ എന്നുള്ളതായിരുന്നു. അത് ഒരു കഥയുടെ മറ്റൊരു ഭാഗം. 9ാമത്തെ ശ്ലോകം. അക്രൂരയേഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിത ചരിതസ്യ യുയോജ ഹിംസം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഭഗവാൻ, ഹേ ഭഗവാൻ, എന്തുകൊണ്ടാണ് അങ്ങയുടെ ഭക്തനായിട്ടുള്ള അക്രൂരൻ ഇത്രയധികം ശതധന്വാവിനെ പ്രേരിപ്പിച്ചത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ, കൊലപാതകം നടത്താൻ? അത് അവിടുത്തെ ഒരു പ്രേരണ തന്നെയായിരിക്കണം. അവിടുന്ന് കൊടുത്ത പ്രേരണ കൊണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാല് സത്രാജിത്ത് ഒരു കുചരിതനാണ്, നല്ല ക്യാരക്ടർ ഇല്ലാത്ത ആളാണ്. അയാൾക്ക് ഹിംസയാണ് അയാൾക്ക് യോജിക്കുന്നത്, അയാൾക്ക് കിട്ടണം ഈ ഹിംസ. അത് കൊടുപ്പിച്ചു ശതധന്വാവിലൂടെ. അത് ശതധന്വാവിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് അക്രൂരനാണ്. അക്രൂരനെ അത് ചെയ്യിപ്പിച്ചത് അവിടുന്ന് തന്നെയാണ്. അക്രൂരൻ ആ പ്രേരണ ഉണ്ടാക്കി കൊടുത്തത്. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം. എന്നിട്ട് ശതധന്വാവിനെ കൊന്ന സമയത്ത് അക്രൂരന്റെ കയ്യിൽ മണി ഉണ്ടെന്നുള്ളത് ഭഗവാന് മനസ്സിലായി. പക്ഷെ അത് അക്രൂരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. വാങ്ങിക്കാതിരിക്കാൻ കാരണം ഒരു പക്ഷേ ഇനി ഇത് ഒരു നല്ലൊരാളുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അക്രൂരൻ ഓൾ സെഡ് ആൻഡ് ഡൺ വലിയ ഭക്തനാണ്. ശതധന്വാവിനെ ഇങ്ങനെ കൊല്ലിച്ചു എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛ തന്നെയായിരിക്കും. അങ്ങനെയുള്ള നല്ല അക്രൂരന്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് ഇനി അത് കയ്യിലിരിക്കുന്ന ആൾക്ക് നന്മ വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അത് അക്രൂരനെ അനുഗ്രഹിക്കുന്നത് പോലെ അത് അക്രൂരന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയില്ല. അക്രൂരനാണെങ്കിൽ തന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് ആരോടും പറഞ്ഞില്ല. ഇതൊരു വല്ലാത്ത സംഭവം എല്ലാം നടന്ന സമയത്ത് അക്രൂരന് വലിയ ചാല്യത തോന്നി. അവിടുന്ന് പിന്നെ ദ്വാരകയിൽ നിന്നില്ല. പോണ സമയത്ത് ഇനി ആ മണി എന്ത് ചെയ്യും? അത് കയ്യിൽ വെച്ചിട്ട് അക്രൂരൻ പിന്നെ കാശിക്ക് പോയി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഭാഗവതത്തിലുണ്ട്, ഇവിടെ അതത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. കാശിയിൽ അദ്ദേഹം ചെന്ന സമയത്ത് അവിടെ മഴ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന കാലമായിരുന്നു. അക്രൂരൻ എന്ന സജ്ജനം അവിടെ ചെന്ന സമയത്ത് അവിടെ മഴ പെയ്തു എന്നൊക്കെ പിന്നീട് നമ്മൾ കേൾക്കുന്നുണ്ട് ഭാഗവതത്തില്. അങ്ങനെ അക്രൂരൻ അവിടെ നിന്ന് പോയി. പിന്നെ അപ്പോഴും മേൽപ്പത്തൂർ ആചാര്യനിൽ നിന്ന് കുറെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എന്നാലും ഭഗവാനെ എന്തിനാണ് അക്രൂരൻ അത് ചെയ്തത്? ഭക്തസ്ത്വയി സ്ഥിരതര സഹി ഗാന്ധിനേയസ്തസ്യൈവ കാപഥമതി കഥമേശജാത വിജ്ഞാനവാൻ പ്രശമവാൻ അഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. എന്നാലും ഇവിടുത്തെ ഭക്തനല്ലേ, നല്ല സ്ഥൈര്യമുള്ള ഭക്തനാണ്, ദൃഢഭക്തിയുള്ള ആളാണ് അക്രൂരൻ. ആ ഗാന്ധിനേയൻ അക്രൂരൻ എന്തുകൊണ്ടാണ് എന്തൊക്കെയാണെങ്കിലും ചെയ്യിച്ചത്? ഇതിലേക്ക് എന്തിനാണ് അയാളുടെ മനസ്സ് ഇതിലേക്ക് ഭഗവാൻ വരുത്തിച്ചത്? അക്രൂരനെ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിപ്പിച്ചത് എന്തിനാണ്? അതിനൊരു കാരണം ഉണ്ടാവാം. കാരണം എന്താ വെച്ചാല് അക്രൂരന് ഒരു വിചാരം ഉണ്ടായിരിക്കും, ഇത് ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നില്ല. ഇത് മേൽപ്പത്തൂർ ആചാര്യൻ ഈ കഥ പറയുന്ന സമയത്ത് കുറെ സ്വന്തം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ? അക്രൂരൻ താൻ വലിയ വിജ്ഞാനവാനാണ്, ജ്ഞാനിയാണ് എന്നുള്ളൊരു ഭാവമുണ്ട്. പിന്നെ പ്രശമവാൻ, അതായത് നല്ല ശമം വന്നിട്ടുള്ള ആള്, ഇന്ദ്രിയങ്ങളെ നല്ല പോലെ ഒതുക്കി നിർത്താൻ മാത്രമുള്ള വ്രതമുള്ള ആളാണ്, വ്രതധാരിയാണ്. അതിൽ കുറച്ച് ഗർവം വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് വിജൃംഭിച്ചു വന്നിട്ടുള്ള
ഗർവം ഉണ്ടായിരുന്നു. അതന്നെയാണ് ധ്രുവം. അവിടുന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, ഭഗവാനെ ഞാൻ ഈ നിശ്ചയത്തിൽ എത്തിയിരിക്കണം. അല്ലാണ്ട് അക്രൂരൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയും പറ്റില്ല. ഒരു വൈഷ്ണവ ഭക്തൻ ഇങ്ങനെ ചെയ്യുക, അതിന് കാരണം ഭക്തിയുടെ കൂടെ അല്പസ്വല്പം അഹങ്കാരം ഉണ്ടായിരിക്കും. ആ അഹങ്കാരത്തിനെ മാറ്റിക്കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ചെയ്തത്. ഇതൊക്കെ ചെയ്യിപ്പിച്ച് അക്രൂരൻ ഗിൽറ്റിയായി തോന്നും. എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, കഷ്ടം, ഇത് ദൈവകോപത്തിന് വഴിയായില്ലേ, ഇത് ഞാനൊരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടതല്ലെന്ന് സ്വന്തം ചോദിച്ചിട്ട് അക്രൂരന് തന്നെ അതിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് അതന്നെ അക്രൂരന് പ്രായശ്ചിത്തമാവും. അതിനു വേണ്ടിയായിരിക്കണം. യാതം ഭയേന കൃതവർമ്മയുധം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുബ്രതധരേ വിനിധായ ദുഷ്യൻ ഭാമാകുജാന്തശയന ഭവനേശപായാം. കൃതവർമ്മന്റെ കൂടെ ഭഗവാൻ തിരിച്ചെത്തി ശതധന്വാവിനെ ഫോളോ ചെയ്യുന്നു എന്ന് കണ്ടപ്പോ കൃതവർമാവിന്റെ കൂടെ അവിടുന്ന് ഓടിപ്പോയ ആളാണ് അക്രൂരൻ. ആ അക്രൂരനെ ഭഗവാൻ തിരിച്ചു വരുത്തിച്ചു, കാശിയിൽ നിന്ന് തിരിച്ചു വിളിപ്പിച്ചു. എന്താ കാരണം വെച്ചാല് അദ്ദേഹം അങ്ങനെ ഒളിച്ചോടിപ്പോയി എവിടെയോ പോയി താമസിക്കേണ്ട ആളല്ല. അദ്ദേഹം ദ്വാരകയിൽ തന്നെ താമസിക്കേണ്ട ആളാണ്, കൃഷ്ണഭക്തനാണ്. തിരിച്ചു വിളിച്ചിട്ട് അപ്പൊ അക്രൂരൻ ആ ഒളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ മണി. കൊണ്ടുവന്ന സമയത്ത് അതിനെ ഇനി ഇത് ഒളിച്ചു വെക്കണ്ട, ഇനി എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അക്രൂരനെ കൂടി കൂടുതൽ സംശയിക്കും ജനങ്ങൾ. മണിം പ്രകാശ്യ, അക്രൂരനെ കൊണ്ട് ആ മണി തന്റെ കയ്യിലുണ്ട് എന്നുള്ളത് എല്ലാരെയും മനസ്സിലാക്കി പുറത്ത് എടുപ്പിച്ചു. തത്രൈവ സുവ്രതധരേ വിനിധായ ദുഷ്യൻ ഭാമാകുജാന്തശയന ഭവനേശപായാം. അങ്ങനെ സമർപ്പണം, ആ മണിയെ വീണ്ടും അക്രൂരനെ കൊണ്ട് പുറത്തെടുപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ട്, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട്, അങ്ങ് തന്നെ അത് വെച്ചോളൂ, കാരണം ഇനി ഇത് വെക്കാൻ ഇതിൽ കൂടുതൽ യോഗ്യതയുള്ള ആൾ ഇവിടെയില്ല, അത് കയ്യിൽ തന്നെ വെച്ചോളൂ. സുവ്രതധരനാണ്, വ്രതധാരിയാണ്, അങ്ങനെയുള്ള അങ്ങയുടെ കയ്യിൽ തന്നെ അതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത് സന്തോഷമായിട്ട് ഇരിക്കണം. ഭഗവാനെ ഭാമാകുജാന്തശയന, ഭാമാദേവിയുടെ തിരുമാറില് തല വെച്ചുറങ്ങുന്ന സുഖമായിട്ട് അങ്ങനെ ഭാമാദേവിയും സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹേ ഭഗവാനെ എന്നെ രക്ഷിക്കണേ. എല്ലാ ദശകങ്ങളും അവസാനിക്കുമ്പോൾ മേൽപ്പത്തൂർ ആചാര്യനൊരു പ്രാർത്ഥനയുണ്ട്, എന്നെ രക്ഷിക്കണേ പവനേശ, ഗുരു പവനേശ, ഹേ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് 11ാമത്തെ ശ്ലോകം സമർപ്പിക്കുന്നത്. സമയം കുറച്ചധികമായി പോയി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം. ഹരി ഓം അമ്മായി, താങ്ക് യു സോ മച്ച്.